ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും +1 സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് +1 വേണ്ടി ഒരു സോഷ്യോളജി ക്ലാസ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇങ്ങ് വന്നിട്ടേ ഉള്ളൂ. പലരും സോഷ്യോളജിയുടെ വിക്ടേഴ്സിലുള്ള ക്ലാസ് പോലും ആയിട്ടില്ല, അതുകൊണ്ട് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ ഒരു സയൻസിൽ അധികവും എന്താണ് പഠിക്കുന്നത്, ഇതിൻ്റെ ബേസിക്സൊക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. So as far as sociology is concerned, it is very simple and very interesting. വളരെ എളുപ്പവും നല്ല രസകരവുമായി പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി. സോ അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവണ്ട. സ്റ്റേ ഇൻ ട്യൂൺ വിത്ത് മൈ ചാനൽ. എൻ്റെ ചാനലുമായിട്ട് ഇങ്ങനെ ട്യൂൺ ചെയ്ത് പോയാൽ മതി. വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിലെ ഏതാനും ക്വസ്റ്റ്യൻസാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്കറിയാവോ? സോഷ്യോളജി ആൻഡ് സൊസൈറ്റി. സമൂഹശാസ്ത്രവും സമൂഹവും. സോഷ്യോളജി എങ്ങനെയാണ് സൊസൈറ്റിയെ കാണുന്നത്, ആ സോഷ്യോളജിയിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിക്കുന്നത്, അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം എൻ്റെ വീഡിയോ ലെങ്തി ആയി പോകും. അപ്പോൾ എബൌട്ട് ദ വീഡിയോ, ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ എക്സാമിന്, മാർച്ച് എക്സാമിനും അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരും, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതോടുകൂടി 2 മാർക്സിന് 4 മാർക്സിനുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ടീച്ചർ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് മീൻസ് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടികളും അതോടൊപ്പം ഇപ്പോൾ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ പോകുന്ന സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. ഓക്കെ, അധികമൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Regarding the first question, who is written the book Sociological Imaginations? Options: Auguste Comte, C. Wright Mills, Peter Berger, Amartya Sen. Question in Malayalam. സമൂഹശാസ്ത്ര സങ്കല്പനം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻസ്: അഗസ്റ്റേ കോംറ്റെ, ബി. സി. റൈറ്റ് മിൽ, സി. പീറ്റർ ബർജർ, ഡി. അമർത്യ സെൻ. ഈ പുസ്തകം എഴുതിയത്, സമൂഹശാസ്ത്ര സങ്കല്പനം അഥവാ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകം എഴുതിയത് സി. റൈറ്റ് മിൽസ് എന്ന പ്രശസ്ത അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ്. നിങ്ങൾ നോട്ട് ചെയ്യല്ലോ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എവിടെ കേട്ടാലും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം സി. റൈറ്റ് മിൽസ്. സമൂഹശാസ്ത്ര സങ്കല്പനം എഴുതിയത് സി. റൈറ്റ് മിൽസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, who is considered the father of sociology? Options: Emile Durkheim, B. Herbert Spencer, C. Karl Marx, D. Auguste Comte. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഓപ്ഷൻസ്: എ. ഇമലി ഡർഖെയിം, ബി. ഹെർബർട്ട് സ്പെൻസർ, സി. കാൾ മാർക്സ്, ഡി. അഗസ്റ്റ് കോംറ്റ്. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് അഗസ്റ്റ് കോംറ്റെയാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് സോഷ്യൽ തിങ്കറാണ്. അഗസ്റ്റേ കോംറ്റെയാണ് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അഗസ്റ്റേ കോംറ്റെ. ബാക്കി 3 പേരും, അതായത് എമിലി ഡർക്കെയിൻ, ഹെർബർട്ട് സ്പെൻസർ ആൻഡ് കാൾ മാർക്സ്, ഇവരൊക്കെ അറിയപ്പെടുന്നത് സെക്കൻഡ് ഫൗണ്ടിങ് ഫാദർ ഓഫ് സോഷ്യോളജി എന്നാണ്. അതായത് സമൂഹശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ സ്ഥാപക നേതാക്കളാണ് എമിലി ഡർക്കെയിം, ഹെർബർട്ട് സ്പെൻസർ, കാൾ മാർക്സ്. അവരറിയപ്പെടുന്നത് സെക്കൻഡ് ഫൗണ്ടിങ് ഫാദർ. എന്നാൽ ദ ഫാദർ ഓഫ് സോഷ്യോളജി ഈസ് അഗസ്റ്റേ കോംറ്റെ. അഗസ്റ്റേ കോംറ്റെയാണ് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ഫ്രഞ്ച് സോഷ്യൽ തിങ്കറാണ്. അദ്ദേഹമാണ് സോഷ്യോളജി എന്നുള്ള വാക്ക് കോയിൻ ചെയ്തത്. ആദ്യം അദ്ദേഹം സോഷ്യോളജിയെ വിശേഷിപ്പിച്ചത് സോഷ്യൽ ഫിസിക്സ് എന്നാണ്. പിന്നീട് അദ്ദേഹം അതിൻ്റെ പേര് മാറ്റി സോഷ്യോളജി എന്നാക്കി മാറ്റി. Question 3. Write any 2 differences between sociology and common sense knowledge. അതായത് സാമൂഹ്യശാസ്ത്രജ്ഞാനവും
സാമാന്യബോധജ്ഞാനവും തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ എഴുതുക. സമൂഹശാസ്ത്രജ്ഞാനവും സാമാന്യജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒരു കോളായിട്ടാണ് തന്നിരിക്കുന്നത്. നോക്കാം, വളരെ ഈസിയാണ്. ഒന്നാമത്തത്, ശാസ്ത്രീയമായ രീതിശാസ്ത്രമാണ് സോഷ്യോളജിക്കൽ നോളജ് യൂസ് ചെയ്യുന്നത്. അതായത് ശാസ്ത്രീയമായ രീതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മെത്തഡോളജി എന്തിനുണ്ടാകും, സോഷ്യോളജിയുടെ അറിവ് നേടുന്നതിന് വേണ്ടിയിട്ട് സോഷ്യോളജിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ സാമാന്യജ്ഞാനത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. യാതൊരുവിധ സയൻറ്റിഫിക് ഫ്രെയിം വർക്കോ ഒരു എക്സാമിനേഷൻ, അതായത് പുനഃപരിശോധനയോ ഒന്നുമില്ല. അത് സത്യത്തിൽ സാധാരണ ജനങ്ങളുടെ ഒരു പെർസെപ്ഷനാണ്. സാധാരണ ജനങ്ങൾ ചിന്തിക്കാൻ അതിങ്ങനെ ആവാം എന്നുള്ള അവരുടെ ഒരു എന്താ പറയുക, ഒരു മുൻവിധിയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള അറിവാണ് സാമാന്യജ്ഞാനം എന്ന് പറയുന്നത്. ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും സാമാന്യജ്ഞാനത്തിന് ഉണ്ടാവില്ല. ഈ സെക്കൻഡ് പോയിൻ്റ്, പഠന രീതികളുടെയും വിവരശേഖരണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സോഷ്യോളജിക്കൽ നോളേജ് എല്ലാ എക്സ്പ്ലനേഷൻസും നൽകുന്നത്, എല്ലാ വിശദീകരണവും നൽകുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ സോഷ്യോളജി പഠിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡവറിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ഡവറി മീൻസ് സ്ത്രീധനത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ആ സ്ത്രീധനത്തെ നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി സർവേയോ അല്ലെങ്കിൽ ചോദ്യാവലിയോ എന്നുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് ഉപയോഗിക്കുക. പഠന രീതി എന്ന് പറയുന്നത് ചിലപ്പം എക്സ്പ്ലോറേറ്ററി റിസർച്ച്, അതൊരു റിസർച്ച് രീതിയാണ്. അങ്ങനെ വ്യത്യസ്തമായ ഗവേഷണ രീതിയിലൂടെ ചോദ്യാവലിയോ അതല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറോ സർവേയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സോഷ്യോളജിയിലെ പല നോളജിനെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. എന്നാൽ സാമാന്യജ്ഞാനത്തിൽ സ്വാഭാവികവും വ്യക്തിപരവുമായ വിശദീകരണമാണ്. ഇപ്പോൾ സ്ത്രീധനം എന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് കൊടുക്കാൻ എനിക്കിഷ്ടമുണ്ടായി, അതുകൊണ്ട് ഞാൻ കൊടുത്തു. അങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷനാണ് സാമാന്യജ്ഞാനം സ്ത്രീധനത്തെ വിശദീകരിക്കുന്നതെങ്കിൽ, സോഷ്യോളജി കൃത്യമായ മെത്തേഡുകൾ, റിസർച്ച് മെത്തേഡുകൾ, അതായത് ക്വസ്റ്റ്യനെയർ, സർവേ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പ്രോബ്ലത്തെ സമീപിക്കുന്നത്. എന്നാൽ സാമാന്യജ്ഞാനം വെറും വ്യക്തിപരമായ വിശദീകരണങ്ങളാണ്. എൻ്റെ മകൾക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ കൊടുത്തു, അത്തരത്തിലുള്ളൊരു എക്സ്പ്ലനേഷനാണ് സാമാന്യജ്ഞാനം ചെയ്യുന്നത്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ പോയിൻ്റ്, പെരുമാറ്റത്തെ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നു. സോഷ്യോളജിയിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ബിഹേവിയർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെ ശാസ്ത്രീയമായി അനലൈസ് ചെയ്യുന്നു. ഒന്നെങ്കിൽ അത് ലബോറട്ടറിയിൽ വെച്ച് ചെയ്യും, അതല്ലെങ്കിൽ സോഷ്യൽ സെറ്റിങ്സ്, ഏതെങ്കിലും ഒരു സാമൂഹികമായ ചുറ്റുപാടിൽ വ്യക്തികൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് സയൻറ്റിഫിക് ടെക്നിക്സ് ഉപയോഗിച്ച് പരിശോധിക്കും. എന്നാൽ സാമാന്യജ്ഞാനത്തിൽ ജസ്റ്റ് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശദീകരണങ്ങൾ ചെയ്യുന്നത്. അവൻ ഒരു പ്രത്യേക ബിഹേവിയർ, അതായത് അവൻ ചെറുപ്പത്തിലേ കള്ളത്തരം പറയുന്നു, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അവൻ മോശമായ ബിഹേവിയർ കാണിക്കുന്നു, അത് അവൻ ആദ്യമേ അങ്ങനെ ജന്മനാ അങ്ങനെ, അത്തരത്തിലുള്ള ഒരു ഊഹമാണ് നമ്മൾ സാമാന്യജ്ഞാനത്തിന് പിറകിലുള്ള ഒരു മോട്ടിവേഷനായിട്ട് കാണുക. എന്നാൽ അത് യാതൊരുവിധ ശാസ്ത്രീയതയുടെയും അടിസ്ഥാനത്തിലല്ല നമ്മളതിനെ വിശദീകരിക്കുന്നത്. അതാണ് മൂന്നാമത്തെ പോയിൻ്റ്. നാലാമത്തത്, എല്ലാ അറിവുകളെയും ചോദ്യം ചെയ്യുവാൻ അനുവദിക്കുന്നു. അതായത് സോഷ്യോളജിക്കൽ നോളേജ് എല്ലാത്തിനെയും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് അതിന് കൃത്യമായൊരു ഉത്തരം നൽകുവാനും സോഷ്യോളജിക്കൽ നോളേജിന് സാധിക്കും. സമൂഹശാസ്ത്ര അറിവ് ചോദ്യങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ സാമാന്യജ്ഞാനം, നീ എന്തുകൊണ്ടത് ചെയ്തു, എന്തുകൊണ്ട് ഈ ഒരു അറിവ് ഇങ്ങനെയായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയില്ല. അവൻ അങ്ങനെ പറഞ്ഞു, മറ്റവൻ പറയുന്നത് കേട്ടു, അങ്ങനെയൊക്കെ നമ്മൾ പറയുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതിന് ശാസ്ത്രീയമായ ഒരു ക്വസ്റ്റ്യനിങ് കപ്പാസിറ്റി, അതായത് ചോദ്യം ചോദിച്ചുകൊണ്ട് അത് നിലനിൽക്കുവാൻ കഴിവില്ല സാമാന്യജ്ഞാന അറിവിന്. എന്നാൽ സോഷ്യോളജിക്കൽ നോളേജ് എത്ര ചോദ്യങ്ങൾ എങ്ങനെ ചോദിച്ചാലും ആ നോളേജിന് ഒരു ഉത്തരം നൽകുവാൻ സാധിക്കും. പക്ഷേ സാമാന്യജ്ഞാനത്തിന് അതിൻ്റെ ഉറവിടം കണ്ടെത്താനോ അതെങ്ങനെ വന്നു, ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതവിടെ എന്തായിപ്പോകും, ബ്രേക്കായിട്ട് പോകും, നിലനിൽക്കുവാൻ കഴിയില്ല. ഇതാണ് സോഷ്യോളജിക്കൽ നോളേജും സാമാന്യജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. In English, the difference between sociological knowledge and common sense knowledge. Let us explain one by one. First one is, explanations are based on scientific principles.
which means in sociology all knowledge is put under the explanation of scientific principles. For example, let us consider if sun rises in the east and sets in the west. In this case, this is not based on common sense knowledge. It is a scientific knowledge because this is a factual knowledge. So we cannot question it. These explanations, sun sets in the west and rises in the east, which is purely based on scientific principles, not an individual utterances. As in the case of common sense knowledge, the explanations are based on naturalistic and individualistic revelations. That means an individual utterances or an individual opinions can be the explanation of behavior. This is not a authentic knowledge. Always individual's opinion bias will be there. So common sense knowledge is biased, naturalistic and individualistic explanation. No scientific principles are there. So this kind of knowledge is not be verified. Second one, rest on empirical research. All sociological knowledge believe in empirical research. Empirical research means data-based, evidence-based or experience-based research. In all sociological knowledge, the knowledge is under the examination or derived through empirical research or primary knowledge, primary data. As in the case of common sense knowledge, there is no such scientific evidence can be seen in common sense knowledge. Third point, sociology studies behavior by using certain body of concepts, methods and data. Sociology always use some kind of concepts to study its aspects. For example, sociology use concepts like society, institution, family, marriage, etc. In order to study these concepts, sociology uses variety of methods: quantitative, qualitative, survey, questionnaire, census, observation. There are a lot of methods and techniques and data, primary data and secondary data. These are all based on certain scientific principles or scientific research methodology. Sociological knowledge is derived by using certain research methodology, while in common sense behavior is rest on assumption. Just assumption, prejudice without any scientific basis. Common sense knowledge, under common sense knowledge, the behavior is studied based on the assumption of individuals, or this may be biased. This cannot be proved. The behavior always explained in terms of assumptions. So this knowledge is not valid. The last point is, it is reflective and questionable. Sociological knowledge always reflective. The sociologists must be reflect themselves, and questionable, and knowledge which is derived through scientific principles which can be questioned. So sociological knowledge, if one questions sociological knowledge, it will provide definite, clear, valid answers. As far as in common sense knowledge, it will not provide valid answers. It cannot be reflective, and one cannot question the origin of common sense knowledge because it does not get any answers. It does not provide any answers. This is the primary difference between sociological and common sense knowledge. You have to remember one thing, that sociological knowledge is derived through scientific methodology, but common sense knowledge is purely individualistic based on common sense. Okay. Fourth question, examine the naturalistic and sociological explanations of poverty. അതായത് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള സാമാന്യബോധ ജ്ഞാനവും സമൂഹശാസ്ത്ര വിശദീകരണവും എന്താണ്?
അത് പരിശോധിക്കുക. ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചില്ലേ, കോമൺ സെൻസ് നോളജും സോഷ്യോളജിക്കൽ നോളജും തമ്മിലുള്ള വ്യത്യാസം. അതുതന്നെയാണ്, അത് ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ വിശദീകരിക്കുന്നതാണ്. പോവേർട്ടിയെ എങ്ങനെയാണ് നമ്മൾ കോമൺ സെൻസിലൂടെയും കാണുന്നത്, അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ നോളജ് വെച്ച് കാണുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിലൂടെ അനലൈസ് ചെയ്യുന്നത്. നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ദാരിദ്ര്യത്തെ സാമാന്യജ്ഞാന വിശദീകരണത്തിലൂടെയും സമൂഹശാസ്ത്ര വിശദീകരണത്തിലൂടെയും രണ്ട് വീക്ഷണങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, സാമാന്യജ്ഞാന വിശദീകരണം എന്ന് പറയുന്നത് നമ്മൾ സാമാന്യ അറിവിൻ്റെ, അതായത് കോമൺ സെൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന അറിവാണ്. അത് ഏതൊരു സാധാരണക്കാരനുമുള്ള അറിവാണ്. അത് സമൂഹത്തിൽ അദ്ദേഹം ജീവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നേടിയെടുത്ത ചെറിയ ചെറിയ അറിവുകൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നേടിയെടുത്ത അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങനെ പറയുകയാണ്. അതിന് യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയമായ അടിത്തറയും ഉണ്ടാവുകയില്ല. അതാണ് സാമാന്യജ്ഞാന വിശദീകരണം എന്ന് പറയുന്നത്. കുറച്ച് മുന്നേ പഠിച്ചതാണ്, അത് കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതെങ്ങനെയാണ് ദാരിദ്ര്യത്തെ കാണുന്നതെന്ന് നോക്കാം. സാമാന്യജ്ഞാനം കാണുന്നത് ദാരിദ്ര്യം എങ്ങനെയെന്ന് വെച്ചാൽ, ജനങ്ങൾ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവർ ദരിദ്രരായി മാറുന്നത്. അവർക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് അവർ ദരിദ്രരായി. അങ്ങനെയാണ് പോവർട്ടിയെ, ദാരിദ്ര്യത്തെ ആര് കാണുന്നത്? സാമാന്യജ്ഞാന വിശദീകരണം കാണുന്നത്. എന്നാൽ സോഷ്യോളജിക്കൽ നോളജ് അഥവാ സമൂഹശാസ്ത്ര വിശദീകരണം എന്താണ് പറയുന്നത്? സമൂഹത്തിൽ നിലനിൽക്കുന്ന വർഗ അടിസ്ഥാനത്തിലുള്ള അസമത്വമാണ് ഏതിന് കാരണം? ദാരിദ്ര്യത്തിന് കാരണം. അതായത് സൊസൈറ്റിയിൽ ഒരു ക്ലാസ് നിലനിൽക്കുന്നുണ്ട്, ഉള്ളവൻ ഇല്ലാത്തവൻ, അതായത് മുതലാളി തൊഴിലാളി. ഇങ്ങനെയുള്ള ഈ ഒരു ക്ലാസിൻ്റെ ഇടയിൽ നിലനിൽക്കുന്ന ഇനീക്വാലിറ്റി, അസമത്വം, അതായത് റിച്ചായ ആൾ, മുതലാളി എന്ന് പറയുന്നത് പണക്കാരനാണ്, തൊഴിലാളി എന്ന് പറയുന്നത് മുതലാളിയുടെ കീഴിൽ പണിയെടുക്കുന്ന പണമില്ലാത്ത ആളാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെറും തൊഴിൽ മാത്രമാണുള്ളത്. അപ്പം മുതലാളി എപ്പോഴും തൊഴിലാളിയെ ചൂഷണം ചെയ്യും. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇനീക്വാലിറ്റിയാണ്, അസമത്വമാണ്, ചൂഷണമാണ്. ഈ ഒരു ചൂഷണം കൊണ്ടാണ്, ഈ ഒരു അസമത്വം കൊണ്ടാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത് എന്നാണ് സമൂഹശാസ്ത്രം ദാരിദ്ര്യത്തെ വിശദീകരിക്കുന്നത്. അടുത്ത പോയിൻ്റ്, കുടുംബ പ്രശ്നങ്ങൾ മൂലമായിരിക്കാം ചിലപ്പോൾ ദാരിദ്ര്യമുണ്ടാകുന്നത് എന്ന് സാമാന്യജ്ഞാനം പറയുന്നു. കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോൾ ഫാമിലിയിലെ ഹസ്ബൻഡും വൈഫും തമ്മിലൊരു കോൺഫ്ലിക്റ്റാണ്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അത് അദ്ദേഹത്തിന് ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം കുടുംബത്തിലുണ്ടാവില്ല. ചിലപ്പോൾ അദ്ദേഹം ക്രോണിക്കായി ഇൽനെസ് ആയിരിക്കും, അതായത് ഒരു ആക്സിഡൻറ്റോ മറ്റോ പറ്റി അദ്ദേഹം കിടപ്പിലായിരിക്കും. അപ്പോൾ ആ ഒരു കുടുംബനാഥനായിരിക്കും ജോലിക്ക് പോകുന്നത്, അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു കുടുംബം എന്തായി മാറും? ദാരിദ്രരായി മാറും. അങ്ങനെ ഒരു സ്വാഭാവികമായ വിശദീകരണം, നമുക്ക് തോന്നുന്ന ഒരു വിശദീകരണമാണ് സാമാന്യജ്ഞാന വിശദീകരണം. എന്നാൽ സമൂഹശാസ്ത്രം അവിടെ പറയാം, സ്ഥിരമായി ഒരു തൊഴിൽ ലഭിക്കാത്തത് കൊണ്ടാണ് അവൻ ദരിദ്രനായി മാറുന്നത്. അതായത് ഇപ്പോൾ അഗ്രികൾച്ചറിലൊക്കെ ഓരോ സീസണിലാണ് ജോലി ഉണ്ടാവുക. അപ്പോൾ അവിടെ സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടാവില്ല. ഇപ്പോൾ കൊയ്ത്തിൻ്റെ സമയത്ത് നല്ല ജോലി ഉണ്ടാവും, എന്നാൽ കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ ജോലി ഉണ്ടാവില്ല. അപ്പോൾ സ്ഥിരമായിട്ടൊരു ജോലി അവിടെ കൃഷിക്കാരന് ലഭിക്കുന്നില്ല. അപ്പോൾ ജോലിയുള്ള സമയത്ത് നല്ലോണം കഴിയാം, ജോലിയില്ലാത്ത സമയത്ത് ദാരിദ്ര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതൊരു സയൻറ്റിഫിക് എവിഡൻസിൻ്റെ ബേസിസിലാണ് സോഷ്യോളജി പോവേർട്ടിക്ക്, ദാരിദ്ര്യത്തിന് അങ്ങനെയൊരു വിശദീകരണം നൽകുന്നത്. മൂന്നാമത്തത്, കൃത്യമായി വരവ് ചെലവ് കണക്കാക്കാൻ പറ്റാത്തത് കൊണ്ട്. അതായത് ചില ആളുകൾക്ക് പൈസ കിട്ടുമ്പോൾ തന്നെ ഒന്നായിട്ടങ്ങ് അവരെന്ത് ചെയ്യും? ചിലവഴിക്കും. അതുമൂലം അവർ ദരിദ്രരായി മാറുന്നു എന്നാണ് കോമൺ സെൻസ് പറയുന്നത്. എന്നാൽ സോഷ്യോളജിക്കൽ നോളജ് പറയുന്നത് കുറഞ്ഞ വരുമാനം, അദ്ദേഹം ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ മുതലാളി അവന് കുറച്ച് വരുമാനം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അവൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നോക്കാൻ അവന് കഴിയാത്തത് മൂലം ഒരു ഹോസ്പിറ്റൽ കേസോ മറ്റോ വരുമ്പോൾ അവൻ്റെ കയ്യിലുള്ള കാശ് മൊത്തം തീർന്നു പോകുന്നത് കൊണ്ട് അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരികയും അവൻ ദരിദ്രനായി മാറുകയും ചെയ്യുന്നു. ലാസ്റ്റ് പോയിൻ്റ്, കോമൺ സെൻസ് നോളജിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ പറയാണ്, ബുദ്ധിക്കുറവും സൂക്ഷ്മതയില്ലാത്തതുമാണ് അവന് ജോലി കിട്ടാത്തതിനുള്ള കാരണം. അതുകൊണ്ട് അവൻ എന്തായി മാറുന്നു? ദരിദ്രനായി മാറുന്നു. എന്നാൽ സമൂഹശാസ്ത്രം പറയുന്നത് അങ്ങനെയല്ല. അവസരങ്ങൾ, അവൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അവന് സ്കില്ലുണ്ട്, പക്ഷേ അവന് അവസരം കിട്ടുന്നില്ല. സമൂഹത്തിൽ അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ദരിദ്രനായി മാറിയത്. ഇതാണ്
സാമാന്യജ്ഞാന വിശദീകരണവും സമൂഹശാസ്ത്ര വിശദീകരണവും തമ്മിലുള്ള ബേസിക് വ്യത്യാസം മനസ്സിലായി എന്ന് കരുതുന്നു. In English, naturalistic explanation and sociological explanation of poverty. In naturalistic explanation, people are poor because they are afraid of work. Because people are afraid of work, that is why they become poor and leads to poverty. That is the naturalistic explanation. And in sociological explanation, it is the existing inequality of class structure which is responsible for poverty. That means in society there exist two type of class, the haves and have-nots, or the capitalist and the worker. The relation between these two classes always exploitative and inequality. The capitalists try to exploit the labor power of the worker, and it ultimately ends up with poverty of the worker. This is the basic reason according to sociological knowledge. Second point, poverty comes from problems families. The naturalistic explanation of poverty is that poverty is always the result of problem families. Most of the families are problem families. This may be due to the sudden accident of the head of the family, or maybe some chronic illness. Due to the illness or the situation arised in the family, the head of the family is unable to go for job, and the entire family ends up in poverty. This may be a naturalistic explanation. It does not have any scientific evidence. But in the case of sociological explanation, the chronic irregularity of work is the reason of poverty. For example, in the agricultural field, during harvesting season, farmers will get employment. But after harvesting, they may not get suitable employment, and they become poor during that season. So this irregularity of work is the reason for poverty according to sociological explanation. Then the third one is unable to budget properly. The common sense explanation reveals that some people are poor because they are unable to budget their economy properly. They may be extravagant, or they cannot able to calculate their budget properly, ends up with poverty. But sociological explanation seems it quite differently. The low wages of a person leads to meet his both ends properly. That means a poor people cannot meet the basic needs of his life due to low salary or low wages. This results in poverty. And the last point, which is poverty is the root cause of low intelligence and shiftlessness. That means some people have low intelligence and they don't get adequate opportunities, so they become poor. In sociological explanation, lack of opportunities are the reason for poverty. That means people are better educated, but they do not get suitable employment according to their qualification, may be some of the reason for poverty. Question number 5. List out the underlying assumptions of capitalism. മുതലാളിത്തത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാം, അല്ലെങ്കിൽ മുതലാളിത്തം എന്നുള്ള ഒരു സാമൂഹിക സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ എന്തെല്ലാം?
The underlying assumptions of capitalism is competition, minimization of cost and maximization of profit, free market, exploitation of the classes, and finally rationality. മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് മത്സരമാണ്. രണ്ടാമത്തത് ചിലവ് കുറച്ചുകൊണ്ട് പരമാവധി ലാഭമുണ്ടാക്കുക. മുതലാളിത്തം എല്ലായ്പ്പോഴും തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി കൊടുത്ത് ഉൽപ്പാദന ചെലവ് പരമാവധി കുറച്ചുകൊണ്ട് എങ്ങനെ മാക്സിമം ലാഭമുണ്ടാക്കാമെന്നാണ് അത് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ലാഭം പരമാവധി പ്രോഫിറ്റ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷത എന്ന് പറയുന്നത്. മൂന്നാമത്തത് സ്വതന്ത്ര വിപണി, അതായത് ഫ്രീ മാർക്കറ്റ് എന്ന് പറയും. സ്വതന്ത്ര വിപണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ രാഷ്ട്രത്തിൻ്റെ ഇൻഫ്ലുവൻസോ മറ്റ് ഏജൻസികളുടെ ഇൻഫ്ലുവൻസോ ഒന്നുമില്ലാത്ത ഒരു മാർക്കറ്റിനെയാണ് സ്വതന്ത്ര വിപണി എന്ന് പറയുന്നത്. അത് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഫ്രീ മാർക്കറ്റ് അഥവാ സ്വതന്ത്ര വിപണി. നാലാമത്തത് വ്യത്യസ്ത വർഗങ്ങൾക്കിടയിലുള്ള ചൂഷണം. മുതലാളിത്തത്തിൽ 2 ക്ലാസ്സുകളുണ്ടാകും. ഒന്ന് മുതലാളി, രണ്ടാമത്തത് തൊഴിലാളി, അതായത് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കർ. ഇവർ തമ്മിലുള്ള ചൂഷണമാണ് മുതലാളിത്തത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ലാസ്റ്റ് വൺ യുക്തിബോധം അഥവാ റാഷണാലിറ്റി. യുക്തിബോധം എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ ഉൽപ്പാദന പ്രക്രിയ യുക്തിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് യുക്തിബോധവും മുതലാളിത്തത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് പറയുന്നത്. അതായത് എത്ര പ്രോഡക്റ്റ് എത്ര സമയം കൊണ്ട് ഉണ്ടാക്കണം, അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര ലാഭമുണ്ടാകും എന്നുള്ള യുക്തിചിന്തയാണ് മുതലാളിത്തത്തെ നയിക്കുന്നത്. അതാണ് യുക്തിബോധം എന്നുള്ള പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുതലാളിത്തത്തിൻ്റെ പ്രത്യേകതകൾ ഈസിയാണ്: മത്സരം, മാക്സിമം ലാഭം ഉണ്ടാക്കുക, ഫ്രീ മാർക്കറ്റാണ്, സ്വതന്ത്ര വിപണിയാണ്, വ്യത്യസ്ത വർഗ്ഗങ്ങളുണ്ടാകും, അവർക്കിടയിൽ ചൂഷണവും ഉണ്ടാകും, ദെൻ യുക്തിബോധം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വിലയിരുത്തേണ്ടത്. എന്തായാലും നല്ലോണം പഠിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക. Thank you for watching. Okay.